ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബീട്രൂട്ടും തൈരും വെച്ചിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി കറിയാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ അതിന്. അപ്പോൾ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് വാർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ശകലം മുളക് പൊടി, ശകലം മതി കേട്ടോ, ശകലം മുളക് പൊടിയും അതിന് കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇത് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തീ വളരെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. വെളിച്ചെണ്ണയിലാട്ടോ നമ്മളിത് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. ഇതും ഒരു പപ്പടം പൊരിച്ചതോ പിന്നെ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളിയാട്ടോ. ഒരു മാത്രം നമുക്ക് ചിലവ് പോലുമില്ല. നമുക്ക് ചെറിയൊരു ബീട്രൂട്ടും ഒരു ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പണിയുമില്ല. അതിനകത്തേക്ക് നമ്മൾ കട്ട തൈരാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം പോലെയുള്ള തൈരല്ല, മോരല്ല കേട്ടോ വേണ്ടത്. അതുപോലെ നല്ല കട്ട തൈരാട്ടോ അതിന് വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള തൈര് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ചേർത്താണ് വറുത്തെടുത്തത്. എന്നാലും തൈര് ഒഴിക്കുമ്പം അതിൻ്റേതായ ഉപ്പ് കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആവശ്യത്തിന് നോക്കിയിട്ട് ഒരു ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. വേറെ ഒന്നുമല്ല ചേർക്കേണ്ട. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ മോള് ബീട്രൂട്ട് അങ്ങനെ കഴിക്കാൻ പൊതുവെ ഒരു മടിയുള്ള ഒരാളാട്ടോ. പക്ഷേ ഈ സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.